ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലെ അളവറ്റ സ്നേഹത്തെയും കരുണയെയും കുറിച്ചാണ്. യേശുവിൻ്റെ ഹൃദയം മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുന്ന ഹൃദയമാണ്. സമൂഹം മാറ്റി നിർത്തിയവരെയും രോഗികളെയും പാപികളെയും തകർന്നവരെയും അവിടുന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. യോഹന്നാൻ 3:16 നമ്മളിങ്ങനെ വായിക്കുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഈ സ്നേഹം മനുഷ്യരിലേക്ക് എത്തിയത് യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ്. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഏറ്റവും മനോഹരമായി കാണിക്കുന്ന ഒരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷത്തിലെ കുഷ്ഠരോഗിയുടെ സൗഖ്യം. സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്ന ആ മനുഷ്യൻ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു: കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ യേശു കരുണയോടെ കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു: എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകും. ഉടനെ അവൻ സൗഖ്യം പ്രാപിച്ചു. മറ്റുള്ളവർ അകറ്റി നിർത്തിയ ഒരാളെ യേശു സ്നേഹത്തോടെ സ്പർശിച്ചു. അവിടുന്ന് അവൻ്റെ രോഗം മാത്രമല്ല, ഏകാന്തതയും വേദനയും സൗഖ്യമാക്കി. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന സംഭവവും യേശുവിൻ്റെ തിരുഹൃദയത്തിലെ അളവറ്റ കരുണയുടെ മനോഹരമായ ഉദാഹരണമാണ്. നിയമത്തിൻ്റെ പേരിൽ അവളെ കുറ്റക്കാരിയാക്കി ശിക്ഷിക്കാൻ ആളുകൾ തയ്യാറായപ്പോൾ യേശു അവളെ അപമാനിച്ചില്ല, മറിച്ച് സ്നേഹത്തോടെയും കരുണയോടെയും അവളെ നോക്കി. യേശു അവരോട് പറഞ്ഞു: നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഒരുവനും കല്ലെറിയാൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവരും പിന്മാറിയപ്പോൾ യേശു ആ സ്ത്രീയോട് പറഞ്ഞു: ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. മറ്റുള്ളവർ അവളുടെ തെറ്റുകൾ മാത്രം കണ്ടപ്പോൾ യേശു അവളുടെ ഹൃദയത്തിലെ മാറ്റത്തിനുള്ള അവസരം കണ്ടു. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനും പുതുജീവൻ നൽകാനുമാണ് യേശു വന്നത്. നമ്മുടെ ബലഹീനതകളും വീഴ്ചകളും അറിഞ്ഞിട്ടും നമ്മെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ് യേശുവിൻ്റെ തിരുഹൃദയം. അതുപോലെ ബഥാന്യയിലെ ലാസറും അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയവും യേശുവിൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു. ലാസർ മരിച്ചപ്പോൾ കുടുംബത്തിൻ്റെ ദുഃഖം കണ്ട യേശു കണ്ണുനീർ വാർത്തു. മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേർന്നുള്ള സ്നേഹമുള്ള ഹൃദയമാണ് യേശുവിൻ്റേത്. തുടർന്ന് അവിടുന്ന് വിളിച്ചു: ലാസറെ, പുറത്തു വരിക. മരിച്ചവന് ജീവൻ നൽകിയ യേശുവിന് നമ്മുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട പ്രത്യാശയ്ക്കും പുതുജീവൻ നൽകാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞ യേശു, പാപിനിയായ സ്ത്രീയോട് ക്ഷമിച്ച യേശു, ലാസറിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ പങ്കുചേർന്ന യേശു, അതേ സ്നേഹഹൃദയമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. യേശു നമ്മെ ക്ഷണിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ എല്ലാ വേദനകളും ഭാരങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ. രോഗികളെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ. ആമേൻ.